അതിഥീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ കാമ്പൊക്കെ ഒരു കത്തി കൊണ്ട് ഇതൊന്ന് പൂളിയെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ടൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഒരു പീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയാണ് ഇത് റിമൂവ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് റെഡിമെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ തേങ്ങാക്കൊത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ റിമൂവ് ചെയ്ത് നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ചെടുത്ത കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളവും ആ തേങ്ങയുടെ പാലും ഒക്കെ നന്നായി ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങ പൊടിച്ചതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളവും പാലുമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളർ ചേഞ്ച് ആകാൻ പാടില്ല. വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കോക്കനട്ടൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് തരിതരിപ്പൊക്കെ വീണ്ടും നമുക്ക് പൊടിച്ചെടുക്കാം. ഉണ്ടെങ്കിൽ രണ്ടാമത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ വീണ്ടും നമുക്ക് ആ പൊടിച്ചെടുത്ത കോക്കനട്ട് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ചേർക്കുന്നില്ല. അതിനുശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിലാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനിത് 2 ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്നിൽ പിങ്ക് കളറും ഒന്നിലേക്ക് ഗ്രീൻ കളറും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ലഡു നല്ലൊരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ 2 ബൗളിലുള്ള മിക്സിങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓരോന്നും ലഡുവാക്കി ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സോഫ്റ്റ് ലഡുവാണ്. ഇങ്ങനെ കളർഫുള്ളാക്കി വെച്ചാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ കഴിച്ച് തീർക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ലഡുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.